നമ്മുടെ നാട്ടിൽ പഠിക്കാൻ വേണ്ടി പഠിക്കേണ്ട കുട്ടികൾ റാഗിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോക്കൃത്തരത്തിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയോട് കാണിക്കുന്ന അതിക്രൂരമായ ദൃശ്യം ഒന്ന് കണ്ടു നോക്കിയേ. നിങ്ങൾ അധികം കാണണ്ട, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സാക്ഷി വേണ്ടേ, മനസ്സാക്ഷി, ഹൃദയം വേണ്ടേ? ഒരു റാഗിങ്ങിന്റെ പേരും പറഞ്ഞുകൊണ്ട് കൂടെ പഠിച്ച സഹപാഠിയോട് കാണിക്കുന്ന ക്രൂരമായ കാര്യമാണ് ഈ കാണുന്നത്, അല്ലേ? ഒരു മനസ്സാക്ഷിയുള്ള മനുഷ്യന് ഇത് ചെയ്യാൻ സാധിക്കും? ഇവന്മാരൊന്നും ഒരു മനുഷ്യന്മാരല്ല, വിദ്യാർത്ഥികളല്ല. ഇവന്മാരെയൊക്കെ ശിക്ഷിച്ച് ഇവന്മാരൊന്നും പുറലോകം കാണരുത്. ആ ലെവലിൽ ഇവന്മാർ ജയിലിൽ കിടക്കണം. ഇവന്മാരിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നാട്ടുകാർ ഇവനെ തല്ലിക്കൊല്ലണം. ഈ 5 പേര് 5 വിദ്യാർത്ഥികളാണ് എനിക്ക് തോന്നുന്നു പിടിച്ചേക്കണെന്ന് തോന്നുന്നു. തല്ലിക്കൊല്ലണം. കാരണം പേപ്പട്ടികൾക്ക് സമമാണ് ഈ 5 പേരെന്ന് ഞാൻ പറയും. കാരണം എത്ര സംഭവങ്ങളായി. ഇവർ മദ്യം ഉപയോഗിച്ചിട്ടുണ്ടാവും, ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാവും, അതും പറഞ്ഞൊക്കെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ് റാഗിങ് എന്ന് പറയുന്ന ഒരു പ്രാകൃതമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്. നമ്മുടെ നാട്ടിൽ എന്തോരം വിദ്യാർത്ഥി സംഘടനകളുണ്ട്. ഇവിടുത്തെ ഈ കോളേജ് മാങ്ങാത്തൊലി സിസ്റ്റം മാറ്റിയത് മറിച്ചത് എന്താണ് കാര്യം? ഓരോ വർഷവും ഇതുപോലെ എത്ര സംഭവങ്ങളാണ്. എത്ര മക്കളാണ് ആത്മഹത്യ ചെയ്യുന്നത്, എത്ര പിള്ളേരാണ് റാഗിങ്ങിന്റെ ഇരയാകുന്നത്. എന്നിട്ട് ഇതിനൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഭരണകൂടത്തിന്, നമ്മുടെ സിസ്റ്റത്തിന് സാധിക്കുന്നുണ്ടോ? പിന്നെ എന്ത് നമ്മൾ പറഞ്ഞിട്ട് എന്താണ് കാര്യം? വേറെ എന്തെങ്കിലും ചില ഭാഷ നമ്മൾ അറിയാതെ പറഞ്ഞു, അതുകൊണ്ട് പെട്ടെന്ന് നിർത്തിയത്. കാരണം അതിക്രൂരമാണ് ഇവന്മാർ കാണിച്ചു കൂട്ടിയിരിക്കുന്ന റാഗിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവന്മാരെ ശരിക്കും പറഞ്ഞാൽ നാട്ടുകാരെ തന്നെ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തണം. കാരണം ഒരു വിദ്യാർത്ഥിയോടൊക്കെ സഹപാഠിയോടൊക്കെ എങ്ങനെ മനസ്സാക്ഷി അല്ലെ തോന്നുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യാനായിട്ട്. വല്ലാത്തൊരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ, സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ല. നിലവിൽ വല്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പറയാതെ വയ്യ.